Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് പാഷൻ ഫ്രൂട്ട്. അപ്പം നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട് കേക്ക്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇത് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊരു 3 വട്ടം അരിച്ചിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഒരു 3-4 വട്ടമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടികൾ നമുക്ക് കുറേശ്ശെയായിട്ടൊരു 3-4 വട്ടമായിട്ട് ഇതിനകത്ത് ചേർത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് തണുത്ത പാല് ചേർക്കരുത്. ഒന്നെങ്കിൽ റൂം ടെമ്പറേച്ചറിലെ പാല്, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള പാലാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ് ആയിരിക്കണം നമ്മുടെ ബാറ്ററിന്. കൂടുതൽ തിക്കായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ താഴെ ഒന്ന് തട്ടിക്കൊടുക്കുക, ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ടൈം എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. 160 തൊട്ട് 180 വരെ ഡിഗ്രി സെൽഷ്യസിൽ വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. ചില ഓവനിൽ 180 കറക്റ്റായിട്ട് കിട്ടും, ചിലതിൽ 160 കുറച്ച് വെക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ബട്ടർ ക്രീമാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനൊരു 300 ഗ്രാം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 150 തൊട്ട് 200 ഗ്രാം വരെ ഐസിങ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഐസിങ് ഷുഗർ എടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് ഷുഗറിൻ്റെ അളവ് ഇത്തിരി കൂട്ടിക്കൊടുക്കാം. ഒത്തിരി കൂട്ടിയെടുക്കരുത്, കാരണം അത് ലൂസായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യമായ മധുരം അതുപോലെ തന്നെ തിക്നെസ്സും ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ആ സൈഡിലുള്ളത് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് നടുക്കോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഐസിങ് ഷുഗർ എല്ലായിടവും കറക്റ്റായിട്ട് എത്തത്തില്ല. അപ്പോൾ ഇതുപോലെ എപ്പോഴും ചുറ്റും ഒന്ന് ഇതുപോലെ തൂത്ത് നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് അവസാനം ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വേണ്ട, താഴെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് കറക്റ്റായിട്ട് സ്റ്റിഫായി കിട്ടും. ഇനി ആ സമയത്ത് നമുക്കിവിടെ പാഷൻ ഫ്രൂട്ട് ജെല്ല് റെഡിയാക്കണം. അതിനായിട്ടൊരു 6 പാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കിയെടുക്കുക. അത് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റുക. അതിന് മേളിലത്തെ കുരു എല്ലാം നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് കുരു നമുക്കൊരു 2-3 സ്പൂൺ കുരു എടുത്ത് മാറ്റി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഫ്ലഷുള്ള ഭാഗങ്ങൾ വരാതെ നോക്കുക. അപ്പോൾ അത് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ അരിച്ചതിൻ്റെ ബാക്കി കുരു നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരിച്ച് മാറ്റിയ ആ കുരു നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ അരിച്ചെടുക്കുന്നതല്ലേ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പിന് ആ കറക്റ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് 2-3 സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ആ പഞ്ചസാരയെല്ലാം മെൽറ്റാവും. അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു പാത്രത്തിൽ നിന്ന് അത് പകർത്തി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ മേളിലും ലെയറിനിടയ്ക്കും ഒക്കെ വെക്കാനുള്ള ജെല്ല് റെഡിയാക്കാനായിട്ടാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അതിൻ്റെ കുരു ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ചേർത്ത് ഒരല്പം വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തീയൊന്ന് കുറച്ച് വെച്ച് ഒരല്പം നേരം കൂടെ വേവിച്ചെടുക്കുക. കോൺഫ്ലവറിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അത് കുറുകി നല്ല ജെല്ലായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ വെക്കാനുമുള്ള കേക്ക് ജെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് കോൺഫ്ലവറൊക്കെ വെന്ത് വരുമ്പോൾ നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്ത് അതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം, ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ബട്ടർ ക്രീമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് ബോർഡ് എടുക്കുക, അതിന് മുകളിലേക്ക് ഒരല്പം ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കേക്ക് സ്ലിപ്പായി പോകാതിരിക്കാനായിട്ട്. അതിനകത്തേക്ക് ആദ്യത്തെ ലെയർ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ കേക്കാണ്, നല്ല ടേസ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കുതിർത്തെടുക്കാം കേക്ക്. അപ്പോൾ ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ച് കൊടുക്കണം, എന്നാലേ ആ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം ഇതിനകത്തേക്ക് ഒരു ലെയർ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ലൈനായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ ആ കേക്ക് ജെല്ല് പുറത്തേക്ക് ഇട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുക്കോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ജെല്ല് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. സോഫ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയർ വയ്ക്കുക. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ബട്ടർ ക്രീമും ജെല്ലും എല്ലാം ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ സിറപ്പും അതുപോലെ തന്നെ ക്രീമും വെച്ചതിന് ശേഷം കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അവസാനത്തെ ഫൈനൽ കോട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, എടുത്തു. ഇനി വീണ്ടും ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടവും നല്ല കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേളിലും താഴെയും ഓരോ ബോർഡർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം
വേണമെങ്കിൽ അതെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ബട്ടർ ക്രീം തന്നെയാണ്. അതിനകത്തേക്ക് ഒരല്പം യെല്ലോ കളറിൽ ചേർത്തിട്ട് മേളിലും താഴെയും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5-6 ഫ്ലവറും ഞാനിവിടെ കോർണറിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതേ യെല്ലോ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോർഡർ കൊടുത്തുകൊണ്ട് നടുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ജെല്ല് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിൽ കൂടെ താഴത്തേക്ക് ഒഴുകി പോരത്തില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് ഫുള്ളായിട്ട് കേക്ക് ജെല്ല് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫ്ലവറിൻ്റെ നടുക്ക് ബ്ലാക്ക് കളർ വെച്ച് ബ്ലാക്ക് കളറിൽ കളർ മിക്സ് ചെയ്ത് ക്രീം വെച്ചിട്ട് ഓരോ ചെറിയ ചെറിയ ഡോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5-6 ഇലയും ഗ്രീൻ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ട് 5-6 ഇലയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ. അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കുക. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേക്കിൻ്റെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല പഞ്ഞി പോലെ. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവരുടെയും വീട്ടിലും ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്